ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ എൻ്റെ വീഡിയോ പെരുന്നാൾ ദിവസത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം ടൈം ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വിട്ടെന്ന് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. എടുത്ത് വന്നാൽ നിങ്ങൾ ഡിസൈനൊക്കെ മനസ്സിലാക്കിയാൽ ഞെട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. വീട്ടിൽ വേറെ ആരും മൈലാഞ്ചി ഇട്ടുതരാല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ, കഴിയുന്ന പോലെ. മക്കൾസിനൊക്കെ നാത്തൂൻ്റെ മോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പകൽ തന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാത്രമുള്ള ഇരുന്ന് ഇടാൻ, അത് ഞാൻ തന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അതിന് തലേന്ന് രാത്രി തന്നെ ഞാൻ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ തീയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തിളപ്പിച്ചൂറ്റിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം തന്നെ വെക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പെരുന്നാളായിട്ട് ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുമോ? പിന്നീട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. ഈ പ്രാവശ്യം പെരുന്നാളിന് പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ചെറിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നതാണ്. ഈ പ്രാവശ്യം വിളിച്ചിട്ടില്ല. കാരണം ചെറിൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം മുന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിക്ക് പെരുന്നാളിനൊരു ഉഷാറൊന്നുമില്ല കേട്ടോ. ആൾ പെരുന്നാൾ ഡ്രസ്സൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ബിരിയാണിക്കുള്ള റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബീഫും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അത് വെന്തതായതുകൊണ്ട് തന്നെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ഫൈനൽ പരിപാടിയാണ് ഇട്ടത്. ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ ദമ്മിട്ടതിന് ശേഷം വേണം പെട്ടെന്ന് പോയി കുളിച്ച് നിസ്കരിക്കാനൊക്കെ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ശബ്ദം ഉണ്ടാവും. കാരണം എല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട്. മക്കൾസിൻ്റെ ഒക്കെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ദം വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുളിയും നിസ്കാരം ഞങ്ങളുടെ ചോറ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇത് എല്ലാവരും റെഡി ആയപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പം നേരെ മൂത്തച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എന്നെയും മക്കളെയും കൂടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇമ്മാനെയും പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് നാത്തൂനും മക്കൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴേക്കും ആദ്യം ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പം ലിച്ചു ലുലും മുന്നിൽ നടന്നിട്ടുണ്ട് കേട്ടോ ലിയമോളെയും കൊണ്ട്. ഞങ്ങളിവിടെ ഇറക്കിയതിന് ശേഷം ചെറിയ വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂത്തച്ഛൻ്റെ വീട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ മൂത്തച്ഛൻ്റെ വീട്. വീട്ടിൽ ബീഫ് ബിരിയാണി ആണെങ്കിൽ ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, സേമിയായിരുന്നു. ചോറ് അവിടുന്ന് കഴിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചോറൊന്നും ഇവിടുന്ന് കഴിച്ചില്ല. ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോകുന്നതാണ്. പെരുന്നാളിന് എന്തായാലും ഈ ഒരു ടൈമൊക്കെ ആവട്ടോ, രാത്രിയാകും വീട്ടിലേക്ക് പോകണമെങ്കിൽ. വീട്ടിലേക്ക് വരാനുള്ളവരൊക്കെ വന്നതിന് ശേഷം, നാത്തുമാരൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും
എൻ്റെ അനിയത്തിയും ഏട്ടത്തിയും അമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. വീടെത്താൻ നിൽക്കുകയായിരുന്നു കേട്ടോ ലിയമോള് ഡ്രസ്സ് ഊരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടെത്തിയാൽ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ അനിയത്തിയും ഏട്ടത്തിയും അമ്മകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മോളെ കണ്ടപ്പോൾ ലിയക്കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അവളൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് രണ്ടാളും കുഞ്ഞു കുഞ്ഞു വികൃതികൾ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴും ആദ്യം തന്നെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്മാൻ്റെ ബിരിയാണി വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മുറ്റത്തിരുന്നിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ. ലിയമോളും അനിയത്തിയുടെ മോളൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവർക്ക് പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. താങ്ക്